നമസ്കാരം. ഭാരത് വിഷ്വൽ മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ 2026 ഇലക്ഷനെ കുറിച്ച് ഒരു പ്രവചനം നടത്തുകയുണ്ടായി. ഏപ്രിൽ 29 ഞാനൊരു വീഡിയോ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അതിനുശേഷം മെയ് 3 ഒരു വീഡിയോ ഇട്ടിരുന്നു. അതൊക്കെ നിങ്ങൾ കാണണം. അതിൻ്റെ ബാക്കി ഭാഗമായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. അതായത് 2026 ഇലക്ഷനിൽ, നിയമസഭാ ഇലക്ഷനിൽ 30,000-നും 40,000-ത്തിനിടയിൽ ഭൂരിപക്ഷം നേടുന്ന 22 സ്ഥാനാർത്ഥികളെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. ഏപ്രിൽ 29 യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോനെ കുറിച്ചുള്ള ആ വിജയികളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. 22 പേരെയാണ് ഞാൻ പ്രവചനം നടത്തിയെങ്കിലും അന്ന് 26 പേര് 30,000-ത്തിന് മേലെ ഭൂരിപക്ഷം നേടുകയുണ്ടായി. അതിലെ ആ 26 പേരുടെ പേര് വിവരങ്ങളാണ് ഇവിടെ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ പോകുന്നത്. അന്ന് ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് 22 പേര് 30,000-നും 40,000-ത്തിനിടയിൽ ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതിൽ 4 പേര് കൂടുതൽ ജയിക്കുകയുണ്ടായി. 26 പേരാണ് അന്ന് ജയിച്ചത്. അതിൽ ഒരു 10 പേരുടെ പേരും അവരുടെ മണ്ഡലവും ഞാൻ എടുത്ത് പറയുകയുണ്ടായി. ആ 10 പേരും കറക്റ്റായിട്ട് ജയിക്കുകയും അവരുടെ ഭൂരിപക്ഷം 30,000 കടക്കുകയും 50,000 കടക്കുകയും 80,000 കടക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ 30,000-നും 40,000-ത്തിനിടയിൽ വോട്ട് കിട്ടിയവരുടെ പേര് വിവരങ്ങൾ ഞാനിവിടെ പറയാം. അതായത് വിനോദ് TJ എറണാകുളം മണ്ഡലമാണ്. മോൻസ് ജോസഫ് കടുത്തുരുത്തി, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയം, PK ഫിറോസ് കൊടുവള്ളി, റെജി ജോയൻ അങ്കമാലി, KM ഷാജി വേങ്ങര, കുണ്ടറ PC വിശ്വനാഥ്, കോവളം വിൻസെൻ്റ്, നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ. ഇവരാണ് 30,000-നും 40,000-ത്തിനിടയിൽ ഭൂരിപക്ഷം നേടിയവർ. ഉള്ളിൽ നേടിയവർ 40,000-നും 50,000-ത്തിനിടയിൽ ഭൂരിപക്ഷം നേടിയ സ്ഥാനാർത്ഥികൾ, വിജയികൾ അനൂപ് ജേക്കബ് പിറവം, മഞ്ഞളാംകുഴി അലി മങ്കട, സജീവ് ജോസഫ് ഇരിക്കൂർ, PK ബഷീർ ഏറനാട്, വണ്ടൂർ AP അനിൽകുമാർ, സിദ്ദീഖ് കൽപ്പറ്റ, അപ്പു ജോൺ ജോസഫ് തൊടുപുഴ, മൂവാറ്റുപുഴ മാത്യൂസ് കുയൽനാട്. 50,000-നും 60,000-ത്തിനിടയിൽ വോട്ട് നേടിയവർ പേരാണ്: തൃക്കാക്കര ഉമാ തോമസ്, വള്ളിക്കുന്ന് TV ഇബ്രാഹിം, നിലമ്പൂർ ആര്യാടൻ ഷൗക്കത്ത്, കൊണ്ടോട്ടി TP അഷറഫ് അലി, മഞ്ചേരി റഹ്മത്തുള്ള M റഹ്മത്തുള്ള, പുതുപ്പള്ളി ചാണ്ടി ഉമ്മൻ. ഇത്ര പേരുടെ പേരുകളാണ് 60,000-നും 50,000-ത്തിനും 60,000-ത്തിനും ഇടയിൽ ഭൂരിപക്ഷം നേടിയത്. 60,000-ത്തിന് മേലെ ഭൂരിപക്ഷം നേടിയ രണ്ട് വിജയികളാണുള്ളത്. കോട്ടക്കൽ ആബിദ് ഹുസൈൻ തങ്ങൾ, തിരൂരങ്ങാടി PMA ഷമീർ, പിന്നെ നമ്മളെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ലാസ്റ്റ്. അതായത് 85,327 വോട്ടാണ് അദ്ദേഹം നേടുകയുണ്ടായത്. ഇതാണ് നിങ്ങളോട് പറയാനുള്ളത്. മെയ് 3 ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. കേരളത്തിൽ 85 മുതൽ 105 സീറ്റ് വരെ UDF എന്നുള്ള ഒരു വീഡിയോ ഇട്ടിരുന്നു. അവരുടെ വോട്ട് ഷെയർ 1,02,00,000 വരെ, 88 ലക്ഷം തൊട്ട് 1,02,00,000 വരെ വോട്ട് വിജയിക്കുന്ന കക്ഷിക്കുണ്ടാവും എന്നുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. LDFന് രണ്ടാം കക്ഷിക്കെതിരെ ഞാൻ പറഞ്ഞിരുന്നത് 68 മുതൽ 78 വരെയാണ്. പക്ഷേ 82-നടുത്ത് അവർക്ക് വോട്ട് കിട്ടി. BJPക്ക് 32 മുതൽ 40 വരെയാണ് പറഞ്ഞത്. അവർക്കും 32-നടുത്ത് വോട്ട് അവർക്ക് കിട്ടി. ഇതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നമസ്കാരം. ഭാരത് വിഷ്വൽ മീഡിയ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.